ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഗെയിം MMK ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ചും കൂടി എക്സ്പോർട്ടായിട്ട് പറയണം. ഹലോ ഗായ്സ്, 1 2 3 സ്റ്റാർട്ട്. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ മുന്നേ അതൊന്ന് പറയാം അല്ലേ. 3 2 1 സ്റ്റാർട്ട്. ഹലോ ഗായ്സ്, MMK ഗെയിം MMK. ഹലോ ഗായ്സ്, ഗെയിം MMK ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് അന്ന് പറഞ്ഞില്ലേ ന്യൂ ഇയറിന് അവസാനത്തെ ജനുവരി 3 തോന്നുന്നു. ആ സമയത്ത് ന്യൂ ഇയറിൻ്റെ മൈൻക്രാഫ്റ്റ് പാർട്ട് 2 കളിക്കുക. എങ്കിൽ സ്റ്റാർട്ട്. ഏതാണ് ഗൈസ് എന്ന് തന്നെ ഡൗട്ടാണ്. അപ്പം നമുക്കിതാ വേൾഡ് എടുക്കാം. ഇപ്പോഴത്തെ ട്രെൻഡ് പറക്കുന്നല്ല കേട്ടോ, സർവൈവ് ആണ്. ഇതൊന്ന് കയറി കിട്ടണം. അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. അതുവരെ നിങ്ങൾക്ക് ബോറടിക്കുമോ? ഒരിക്കലും ഇല്ലല്ലേ. എന്ന് പറയുമ്പോഴത്തേലും കയറും. അതൊക്കെ ഇപ്പത്തന്നെ ടെക്നോളജിയാണ്. എനിക്ക് വരുത്താം. ഹലോ ഗായ്സ്, രാത്രിയാണ് ഞാൻ സ്പോണായിരിക്കുന്നത്. ഇതെന്റെ വേൾഡ് അല്ല, വേൾഡാ ഗായ്സ്. എൻ്റെ കുഞ്ഞനീൻ്റെ വേൾഡിൽ നമുക്കൊന്നൊന്ന് കളിച്ചു നോക്കാം. പാർട്ട് 2 അനിയൻ ഇട്ടോട്ടെ ഗായ്സ്. നമ്മുടെ കുഞ്ഞനീൻ്റെ വേൾഡാണിത്. വാ, ഓൻ്റെ വേൾഡ് എന്ത് രസാ. ഓക്കെ, അതങ്ങോട്ട് പോ. ഇവിടേക്ക് 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 പോ. ഇവിടേക്ക് ഇവിടെ ഇവിടേക്ക്. ഗായ്സ്, നിങ്ങളൊന്ന് മേലോട്ട് വെക്കട്ടെ ഗായ്സ്. ഇനി നമുക്ക് ഈ വേൾഡിലെ കളി തുടങ്ങാം. ഇതിൽ കുറേ സംഭവങ്ങളുണ്ട് ഗായ്സ്. നമ്മൾ ഗായ്സ്, എനിക്ക് മേലോട്ട് കയറിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മൂഡ് എടുക്കാം. ഏലിയാഞ്ചി അല്ല അമ്മേ, ഒരു മിനിറ്റ്. ഇത്ര നേരമില്ലാത്ത ഞാൻ അവിടുന്ന് പൊട്ടിമുളച്ചുണ്ട്. ഞാൻ നേരെ പോണ സ്ഥലം ഇതാണേ. ഇന്നെനിക്ക് ഫൈറ്റൊക്കെ കൂടണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ മൂഡ് അങ്ങനെ ശരിയല്ല. വേറൊന്നും കൊണ്ടില്ല. എൻ്റെ അനിയൻ്റെ ഈ സാധനത്തിൻ്റെ വേൾഡാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വേൾഡ് ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു വേൾഡിനെ നമുക്ക് നീന്തട്ടെ ഗൈസ്. നമുക്ക് നീന്താം. എന്താ എനിക്ക് ഓക്കെ ഗായ്സ്, അതുകൊണ്ട് ഒരു ചെറിയ പ്രശ്നമാണ്. നന്നായി കാല് കട്ടിലിൻ്റെ അടിയിൽ കുടുക്കി ഞാൻ വിചാരിച്ച് ഈ വെള്ളത്തിൽ ചാടിയതിന് കരയുകയാണ് ഗായ്സ്. ഫിഷ് ഗായ്സ്. അയ്യോ, ഇതിനൊന്നും കൊല്ലാൻ പറ്റില്ല ഉണ്ടല്ലേ. എന്നത്തെ നമ്മുടെ ഗെയിമിൻ്റെ ഒരു നൊസ്റ്റാൾജി എന്ന് പറഞ്ഞ കാര്യമില്ല. ഇത് തന്നെയാണ്. മേലോട്ട് പോയാൽ എൻ്റെ വീടതാ, അതവിടെ ഉണ്ട്. ഇനി പേടിക്കണ്ട, എത്ര നദി കടന്നു പോയാലും നമ്മൾ ഈ ഭാഗത്തെത്തും. ഇന്നത്തെ നമ്മുടെ വീടിൻ്റെ പ്രത്യേകതയാണ്. ഇന്ന് നമ്മളെ പുഴേൻ്റെ ഉള്ളിലാണ് വീടുണ്ടാക്കുന്നത്. അതും എൻ്റെ വീട്. ഞാനൊരു പുതിയ വീടുണ്ടാക്കുമ്പോൾ നമ്മുടെ വേൾഡ് വൈഡ് ഹാൻസം ജിമ്മി. ഞാൻ ഭയങ്കര BTS ഫാൻ എന്ന് വെച്ചാൽ ഭയങ്കരമാണ്. ഓക്കെ ഗൈസ്, എനിക്കിതൊന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ വീടുണ്ടാക്കണോ? എനിക്കൊരാവശ്യമുണ്ട്. വെള്ളത്തിൽ വീടുണ്ടാക്കുന്ന ഒരാവശ്യം എനിക്ക്. ഇന്ന് കളിക്കാൻ ഞാൻ വന്നത് തന്നെ ഈ വെള്ളത്തിൽ വീടുണ്ടാക്കുന്നതിന്. പക്ഷെ വെള്ളത്തിൽ വീടുണ്ടാക്കിയ വെള്ളം ആടെ തന്നെ ഉണ്ടാവും. എനിക്കില്ലാതെ പോയ പണക്കെന്തിനാ. ഓക്കെ ഗൈസ്, ഇവിടെ കുറേ പേർക്ക് ചുമയെല്ലാം വന്ന് ദരിദ്രവാസി ഗൈസ്.
ചേച്ചിയാ പറ്റത്തില്ല. നീ മിണ്ടല്ലേ വേണ്ടിട്ടോ. ചേച്ചിനോട് കുടുവോ പറ്റൂല. ആ പാട്ടി അപ്പ വെക്കൂ. ഗൈസ് നമ്മുടെ വെള്ളത്തിലെ വീട് സെറ്റായിട്ടുണ്ട്. നല്ല കുട്ടപ്പൻ വീടായിട്ടുണ്ട് അല്ലേ. പക്ഷേ പാട്ടയാന്ന് നിങ്ങളൊക്കെ പറയുള്ളൂ. നമ്മൾ സെറ്റപ്പ് വീടുണ്ടാക്കണം നമ്മുടെ കരയിൽ തന്നെ എത്തണം അല്ലേ. ഇതെന്തുത്താടേ ഒമ്മോ, ഞാൻ കുടുങ്ങിയല്ലോ. നല്ല ബെസ്റ്റ് സ്ഥലത്താണ് സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ച്. ഇവിടെ ഞാൻ നീന്തി കയറേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒന്ന് തൊട്ട് കൊടുക്കാം. സർവൈവ് ചെയ്തിട്ടും വെള്ളത്തിൽ സർവൈവ് ആയുള്ള ഒരു തൊപ്പിണ്ട് ഗൈസ്. ഇന്നത്തെ ഡേ വെള്ളത്തിലാണ്. അതാണ് ഈ ഗെയിമിൻ്റെ ഒരു പ്രത്യേകത. സർവൈവ് കൊടുത്താൽ പിന്നെ കത്തുമ്പോൾ നിക്ക് മോനെ. ഗൈസ് മൈൻക്രാഫ്റ്റ് ഞാനിപ്പോൾ അത് 8ാമത്തെ പ്രാവശ്യം കേട്ടോ കളിക്കുന്നത്. എനിക്കൊരു കാര്യം ചെയ്യേണ്ടത് തരുമോ? എനിക്ക് ചേച്ചി അതിട് കിട്ടി. എന്ത് പരിപാടി നമുക്ക് ചെയ്തത്? നിക്ക് ഞാൻ ചെയ്യാം. ആളെ തലയിലല്ല ഇടുന്നേ, ഫേസ് കാണിക്കുന്നതല്ല ഇടുന്നേ. ഓക്കെ ഗൈസ്, നമ്മൾ സർവൈവ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവൻ ഹൗസ് അത് സാറില്ല രാവിലെ ആകുമ്പോൾ. പക്ഷേ എനിക്ക് ഇവിടെ ഒരു വീടുണ്ടാക്കണം എന്നുള്ള ഞാൻ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ഇപ്പം നമ്മുടെ വർക്കിലൂടെ ഞാൻ ചെയ്യുന്നത്. ചേച്ചിക്ക് വെള്ളം പൊതിക്കി തരണോ? നല്ല കിട്ടോ. ചേച്ചിക്ക് വെള്ളം പൊക്കി തരണോ? ചേച്ചിക്ക് വെള്ളം പൊക്കി തരണോ? വേണ്ട. നടക്കൊന്നും അറിയത്തില്ല. അല്ല വയസ്സൊക്കെ നമുക്ക് വെള്ളം പൊക്കാനുള്ള പരിപാടി നമുക്ക്. എൻ്റെ അട്ടത്തേക്കാണ് എൻ്റെ മോന്. അതെന്തോ കേടാണോ? ഇതിലില്ലേ ഞാനിപ്പം ബർഫൊക്കെ പറ്റുമെന്ന് അറിയാതില്ല. നമ്മളെ വീട് ഇനി പറ്റിയ ഓക്കെ, നമുക്ക് അടിച്ചേക്കാം. വീട്ടിൽ കയറിയവനെ നമ്മൾ കയറ്റത് നടക്കുന്നില്ല. മണ്ടൂല മറ്റേ സാധനം കാണുന്നില്ല, അതുകൊണ്ടാണ് കാണുന്നില്ല. അതിനിപ്പോ ഈലാണോ ഇതോ എങ്ങനെയാണ്? യെസ്, ചേച്ചിയെ ചേച്ചി
ചേച്ചിയെ ചേച്ചിയെ ചീച്ചി രണ്ടുണ്ണീച്ചി എന്താ ഇതിൻ്റെ ഉള്ളിലല്ലേ മീൻ? അമ്മോ പാവം നമ്മളെ മീൻ. ഞാൻ അതെങ്ങനെയാ ഇവിടെന്താ വെക്കാൻ കഴിയില്ലേ? ഇവിടെ ഉണ്ടോ? അതെന്തരാ ആ ട്രിക്കുണ്ട്. ട്രിക്ക് എന്താണെന്ന് എനിക്കറിയണ്ട. പക്ഷെ അതാണ് ഇങ്ങനത്തെ തരണം. ഇത് വെച്ചാലേ പൊട്ടി പോണത്. ഗൈസ് നമ്മുടെ വീടിന്റെ പണി തുടങ്ങുന്ന സ്ഥലം. ഞാൻ ഒറ്റ ഇപ്പം കണ്ടോ വരാത്ത കയ്യോട്ടെ കൂടി ഇവിടെ വെക്കാം. ഇത് വെക്കണ്ട, ആടെ വെക്കണ്ട ചേച്ചിയെ, ആടെ വെക്കണമെന്നില്ല. ഓക്കെ ഗൈസ്, നമുക്കിവിടെ നമ്മുടെ വെറൈറ്റി ബെഡ് പിടിക്കാം. കുറച്ചും കൂടി ഒരു വെള്ളത്തിലല്ലേ താമസിക്കുന്നത്, അപ്പോൾ ഒരു ബ്ലൂ കളർ തന്നെ കൊടുക്കല്ലേ. നമ്മുടെ വാതിൽ എവിടെയാണ് ഗൈസ്? അതെന്നെ കൊടുത്ത് വെക്കാൻ പറ്റില്ല. മൂഞ്ചാവൻ പേച്ചാവൻ. ഈ കട്ടിയൊന്ന് പൊട്ടിച്ചേക്ക്, വേണ്ട, വെള്ളം വരൂല. ചേച്ചി എന്തിനാ ചെയ്ത്? ഇതൊന്നും വേണ്ട. എനിക്കിത് ആവശ്യമുണ്ട്, ഒരാവശ്യത്തിന് ഗൈസ്. എന്നെ കൊണ്ട് എനിക്കൊരാവശ്യമില്ല. അയ്യോ ഇല്ല. അമ്പോ എവിടെ ഞാൻ വെച്ചെന്നറിയാം നമുക്ക്? വെള്ളം പിടിച്ച് വേണം കൂടി വെക്കണം. ഇതൊക്കെ കുട്ടിച്ചാത്തൻ ലുട്ടാപ്പി, ഞാനാ ലുട്ടാപ്പി അവൻ എനിക്ക് അത്രക്കും ചെയ്യാതെ ഞാൻ നന്നായി നമുക്കെന്നാ മേലോട്ട് പോവാ. എവിടെയാ ഗൈസ്? വെയിലും മഴയൊന്നും ഇല്ലേ? അമ്പോ തക്കുടിന്റെ ഹാൻസം വീട് പോയി ഗൈസ്. തക്കുടിന്റെ ഹാൻസം വീട് അതാ നമുക്ക് ഇവൻ്റെ ഹാൻസം വീട് ഇന്ന് നമുക്ക് തിന്നാൻ വേണ്ടിയിട്ട്. ഈ ഹാൻസം വീടൊന്നുമല്ലല്ലോ, നമ്മുടെ പശുക്കുട്ടന്മാരെ ഒന്ന് പൊട്ടിച്ചെടുക്കണം.
ഓ ഞാൻ വിചാരിച്ചു മതയുള്ള ഗിഞ്ച അടുത്തേക്ക് വരുന്നത്. ഈ പശുവിനെ വയ്യിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ഫുഡാ കൊടുക്കുക? പുല്ലല്ലേ? പട്ടി വരുവാടാ പോടാ. ആ എന്തുവാ അതില്? ഞാൻ കെടുത്തട്ടാ. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ ആ ഞാൻ എൻ്റെ വീടിൻ്റെ പുറം വശത്തെത്തി. ഇവനെ അടയ്ക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചാണ് ഞാനിപ്പം കളിക്കുന്നത്. നമുക്ക് കളിയിലേക്ക് കിടക്കാം. ഇനി കളിയാണ് നമ്മുടെ മെമ്മറി. ഓ മൈ ഗോഡ് ഗായ്സ്, ആ വൃത്തികെട്ട സാധനം എവിടെ പോയി? പശു ഗായ്സ്. അപ്പം നമ്മള് ഈ സാധനത്തിന് എന്താ കൊടുക്കുക? മറ്റേ സാധനം പന്നി അല്ല, നായ്ക്ക്. അത് ഓർമ്മയില്ല. പശു മുന്നിൽ. ഓക്കെ, സീറ്റ് അടിക്കണം. അതിനെങ്ങനെയാ നമ്മളവിടെ വരുത്തുക? ആടെ നിന്നിട്ട് ഒന്ന് സീറ്റാക്ക്. ഇവിടെ സീറ്റാക്കി ഇല്ലല്ലോ. സീറ്റൊക്കെ ഞാൻ നോക്കട്ടെ. ഈ കട്ടിയൊന്ന് പൊട്ടിച്ച് പക്ഷേ എൻ്റെ ഒരു പൊട്ടത്തരം പറഞ്ഞില്ല. ഇവിടെ വന്നാൽ എനിക്ക് കട്ട വെക്കാൻ പറ്റും. ഈ നായ്ക്കന്നെ ഞാൻ ഇത്ര ഇല്ല. അയ്യോ, ഈ നായ എൻ്റെ വേറെ കൊച്ചു കള്ളാണ്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ ഇവങ്ങനെ ആദ്യം അതൊക്കെ അകത്താക്കണം. എന്ത് എനിക്ക് അടി കിട്ടിയതൊക്കെ എനിക്ക് അടിൻ്റെ ഒരു കുറവും ഇഷ്ടല്ലേ? നായിക്കുട്ടി ഞാനിപ്പോൾ എങ്ങനെ രക്ഷിച്ചു? ഒന്നുമില്ല, ഞാൻ രക്ഷപ്പെടുത്തിക്കണം. എന്താ നീങ്ങല്ലേ? ആ മോനെ ബേ, നീ ചെഞ്ചി വിളിച്ചപ്പോൾ
നിനക്ക് വരാനൊരു മതി. ഇവരെയാണ് മുതൽ എൻ്റെ ജന്മം. കണ്ണോട് കണ്ണായിട നെയ്യോട് നെയ്യ ഇട ഓളങ്ങളിൽ എപ്പോഴായാലും മഴയായാലും വെയിലായാലും ഇതിനൊക്കെ തളരുന്നുണ്ട്. അതാണ് ഈ സാധനം. ഇവനെന്താ കുറേ നേരമൊക്കെ കൊടയുന്നു. അത്രയൊക്കെ കുറഞ്ഞാൽ മതി. കുത്തിച്ച നനഞ്ഞുണങ്ങി വരികയാണ്. ആ സമയത്താണ് എൻ്റെ ഈ ഭാഗത്ത് പ്രകൃതി നോക്കുന്നത്. ഇതുപോലൊരു സാധനം എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തില്ല. നായ്ക്കള് ഇതമ്പളെ കുഞ്ഞു നായ്ക്കള് ഇതാ നായ്ക്കള് ഇമ്പളെ തള്ളി പുറത്താക്കി. നിങ്ങൾക്ക് ഞാൻ എല്ല് തരുന്നില്ലേ എപ്പോഴും? നിങ്ങൾക്ക് ഞാൻ പുറത്താക്കണോ? അയ്യോ അത് ഞാൻ റെഡിയാക്കാം. തുപ്പാൻ പാടില്ല. ഹലോ ഗൈസ്, അങ്ങനെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും എൻ്റെ അനിയന്മാർ എന്തൊക്കെയോ കൂടി ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ സ്പേസ് കൂട്ടണമെന്ന് ഓരോരുത്തർ പറയുന്ന കേട്ട്. വേറെ ഒന്നുമല്ല, നായ്ക്കൊക്കെ നടക്കാനുള്ള സ്ഥലം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം എന്നാണ്. നായ്ക്കളും ചിലപ്പോൾ ഓടി വരും. അതുകൊണ്ട് ഞാൻ ചേച്ചി അമ്മായി പോയി.
ഞാൻ വരൂല പോലെ ഞാൻ വരൂല പോലെ സെന്തിൽ പാപ്പൻ്റെ അടുത്ത് പോയി സെന്തിൽ പാപ്പൻ്റെ അടുത്ത് പോയി ലേച്ചിയെ തമ്പി എങ്ങോട്ട് ഇനി വരൂ അമ്മമ്മയോ ഇനി വരൂല ചേച്ചി പറഞ്ഞല്ലേ തമ്പി സെന്തിൽ പാപ്പൻ്റെ അവിടെ സെന്തിൽ പാപ്പൻ്റെ അവിടെ പോയി തമ്പി ഇനി നമ്മൾ അങ്ങോട്ട് കാണാൻ പോകും നമ്മള് എല്ലാരും ഇങ്ങോട്ട് പോകും അപ്പം തക്കുടിനെയും കൂട്ടും പക്ഷെ തക്കുട് ടൗസർ ഇടൂലേ അപ്പം തക്കുടൊന്നും സെന്തിൽ പാപ്പ അടിക്കൂല ഞാൻ വളഞ്ഞ് കുത്തനെ ഞാനിപ്പോൾ എവിടെ എത്തി ഗൈസ്. ഇവിടെ സെന്തിൽ പാപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കച്ചറയൊക്കെ ഉണ്ട്. സെന്തിൽ പാപ്പൻ അച്ഛനെ അമ്മ അറിയില്ലെങ്കിൽ എനിക്കറിയണ്ട. അതാണ് പാപ്പി ആരമ്മ പാപ്പിക്കുട്ടി അരാപ്പയ്മ ഒക്കെ എന്നെ കാണണം നമ്മുടെ നാട് തക്കുടിന്റെ വീടിന്റെ മേലെയാട്ടോ. തമ്പി എന്നെ തിങ്കളാഴ്ച വരും. തമ്പി എന്നെ നാളെ വരില്ലെന്നും വരില്ല. തമ്പി എന്തിനു പോയെന്നെ വീട്ടില്? മോനെവിടെ പോവാനാ? പാപ്പയുടെ അടുത്ത് പോയി. എന്നെ നാളെ വരും. തമ്പി വരൂ. ഗൈസന്റെ അനിയന്റെ ദേഹം കണ്ടിട്ട് കയ്യാണ്. തമ്പി ഇന്ന് നിങ്ങൾക്ക് പറ്റിക്കാൻ നിങ്ങൾ അങ്ങനെ വിചാരിക്കണ്ട. നിങ്ങളോടല്ല അത് ഞാനോ ഗ്ലാസ് എടുത്തതേനു. പക്ഷേ ഗ്ലാസ് എടുത്തതാ. ഏത് ഗ്ലാസ്? ഓ നിങ്ങൾ ഒറ്റെടുത്ത ഒരുത്തര് കാരനാണ്. കാരനാണ്. എനിക്കിപ്പോൾ വൈവാതിൽ വേണമല്ലോ. വയ്യിലെ വതിൽ, അതേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പുല്ലാണ് ഇവർ തിന്നുന്നത് കായ്സ്. അപ്പം നമുക്ക് കിട്ടിയ അവസരം നമുക്ക് ഇവർക്കൊരു പുല്ല് കൊടുക്കാം. ആയിരിക്കും. ആ പശുവിടെ വൃത്തിയായിട്ട സാധനെ അതിനെ ചതിച്ചിട്ട് പോയി ഗൈസ്. പുല്ല് തിന്നുന്ന കണ്ടിട്ട് ഞാൻ അതിനെ വിശപ്പടക്കാനും എൻ്റെ കൂടെ കൂട്ടാനും വേണ്ടി വിളിച്ചു. നായിക്കാട്ട് അതങ്ങനെ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ ഇനി ഏത് വകയിലാണ് എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ കയറുക? കയ്യോടെ കിട്ടി. ഇത് ചേച്ചിന്റെ പോത്തല്ല അമ്മോ അമ്മോ ഓടിക്കോ. അയ്യോ 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 വെള്ളപ്പെട്ടെ അമ്മോ 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 അയ്യോ
ഇല്ല എവിടാ എനിക്കറിയില്ല, ഞാൻ എടുത്തില്ല. എനിക്ക് ബ്ലാക്ക് ഇഷ്ടമല്ല. ബ്ലാക്ക് തന്നെ ഞാൻ യൂസ് ചെയ്യലില്ല. അയ്യോ ഉമ്മ എൻ്റെ മുന്നിൽ ചങ്ങായിക്ക് മാത്രം എത്ര ദയ. മറ്റവനോടെ അയ്യോ മറ്റവനും എൻ്റെ കൂടെ ഉണ്ടോ? എല്ലെണ്ണം കുടിഞ്ഞിട്ട് വട്ടം കിറക്കുള്ളൂ ഈശ്വര. അപ്പം ഞാൻ ഇതിലൂടെ ഇറങ്ങി ഗൈസ്. ഓടാടുന്നു നിങ്ങളൊക്കെ കിണ്ടി. എനിക്കിങ്ങനെ നടക്കാനാണ് ഗൈസ്. അത് കാര്യം പറയട്ടെ, അവരിഞ്ഞെന്താ വിട്ടുപോകാത്ത ചങ്ങായി എനക്കൊന്നും ഇല്ല എൻ്റെ അടുത്ത്. സമാധാനം. ഈ ചങ്ങായിനോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലേ. പാട്ട ചങ്ങായിമാര് ചീച്ചി ചീരനുണ്ണി ചീരനുണ്ണി എനിക്കിഷ്ടം. നല്ല പാട്ട്. ഉമ്മ എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല പാട്ട്. അയ്യ പാട്ടല്ല, എനിക്ക് ഇഷ്ടാ പാട്ട്. പാട്ട് പാട്. പാട്ടല്ലേ ഇവരൊക്കെ ഇംഗ്ലീഷ് പഠിച്ച് വലിയ റിച്ച് ആവാനുള്ള തീരുമാനത്തിലാണ്. ആ മുഴുവൻ പാട്ട് പാടിട്ടാ. ഇതേത് പാട്ട്? എനിക്ക് പാട്ടറിയില്ല. ഒന്നും കൂടി പാടുക. അത് പാടല്ലേ, ഒന്നും കൂടി പാട്. പാട്. എനിക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കണോ? ഇപ്പൊ അതിന്റെ പിന്നാലെ ആയി ചേച്ചി. ചേച്ചി ഇപ്പം വീഡിയോസ് മറന്ന് ചീച്ചിയായി പോയി. വീഡിയോസ് അങ്ങനെ പറയരുത്. വിളിച്ചോട്ടത് പൊടി ഇതൊക്കെ ഇവിടുത്തെ ഓരോ ട്രാൻസ്പെറൻറ്റ്. അമ്മേ ഇതപ്പം വന്ന് അങ്ങനെ ആരും തല ഇവിടെ എത്തൂല. ഭയങ്കര
കളിക്കാരി. ഇവനാണ് നിന്ന് സീറ്റ് എന്താ സീറ്റ് ഇരിക്കുന്നേ? ഇങ്ങോട്ടാരും അങ്ങനെ വരണ്ട. ആ ചേച്ചി ഒന്ന് അങ്ങോട്ട് പോ, അങ്ങോട്ടൊന്ന് പോ. എനിക്ക് ഞാൻ കട്ടിലെടുക്കട്ടെ ഒരു കാര്യം ചേച്ചിക്ക് റെഡിയാക്കി തരണ്ടേ ഗൈസ്. കട്ടിയിൽ വാളിലേക്ക് വാള് അത് വാള് അരിവാളോ? എങ്ങോട്ടാ തൊടുന്നേ? അല്ല ഗൈസ്, ദിസ് ഈസ് എക്സ്പെൻസീവ്. നോ, ഇതാരുടെ അടുത്ത കുരിശ്? കൊണ്ട് അമ്മേ, അയ്യോ 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 അയ്യോ, അമ്പോ എൻ്റെ അമ്പോ. ഗൈസ് നമുക്ക് വാളെടുക്കാം. അല്ല, വാളല്ല എൻ്റെ മുന്നിൽ. ഇതെന്താ ചേച്ചീനെ കൊല്ലാൻ വരുന്നേ? കൊല്ലാനൊന്നുമില്ല വരുന്നേ. എങ്ങനെയായാലും എന്താ എനിക്ക് കൊല്ലണ്ട. നായനെ കൊല്ലാൻ വേണ്ടിട്ട്. ആ, നായനൊന്നും തൊടൂല. അതുകൊണ്ട് നേരെ അങ്ങോട്ട് പോയി. അതിലൂടെ അച്ഛാ നിങ്ങൾ മിണ്ടണ്ടേ? എന്ത് ഞങ്ങളെ ഞാൻ കൊല്ലും. ആദ്യം മോനെ തിന്ന് നിന്നെക്കാട്ടിലും വലുതായി പോവും. ഇപ്പോൾ ചങ്ങായി എനക്കൊന്നും ഇല്ല എൻ്റെ കൈമതി. എനിക്ക് വേണ്ട പുല്ല്. ഞാൻ തന്നെ ഫീൽഡ് ചെയ്ത് മണിക്കൂർ. ഈ നായ്ക്ക് കയറ് കെട്ടുമോ? കഴുത്തിൽ കൂടെ കയറ് കെട്ടി തരുമോ? എനിക്ക് അതിനെ മേലോട്ട് കൊണ്ടുപോകണം. ആ, ഇവിടെ കെട്ടിക്കും. ഇങ്ങോട്ടുണ്ട്. ഇവിടെ കെട്ടുക. ഈ സൈഡിൽ തവണ ഇവിടെ ഈ അരിക്ക് തവണ
എനിക്കൊരു ഐഡിയ ഉണ്ട് മോളെ. എവിടെ കെട്ടെ? സൈഡിലൊന്നും കെട്ടണ്ട. ഇതങ്ങോട്ട് കാണിച്ച് ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. വരൂല. മോനെ ഞാൻ ട്രൈ ചെയ്തതാണ് മോനെ. ആഹാ വെറുതെ അല്ലേ. മോനെ ഇങ്ങോട്ട് വാ. മോനെ ഇങ്ങോട്ട് വാ. സീറ്റ് മോനെ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. തീട്ടരാ. നീ പോയി ഇതിൻ്റെ ഉള്ളിലോട്ട് വീഴണ്ട. അതുകൊണ്ട് ഞാൻ എന്നെ സീറ്റാക്കുക. എടാ വൃത്തിയടപ്പം വേം വാ. ഇനി അവിടെ വേഗം അടക്കി. ഇവിടെ എവിടെയും കെട്ടിയിട്ട് ഇവരെയൊക്കെ ഇനി ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല, ശല്യപ്പെടുത്തും. ആദ്യം ആ കുയ്യ അടക്കിയില്ല, ആ പോത്ത് വീണ പിന്നെ പോത്തിനുള്ള പണി വെച്ചിട്ട് എനിക്ക് അറിയത്തില്ല മോളെ. ഞാൻ ഇതല്ല ഇത് മോളുള്ളത് എനിക്ക് അറിയാം. അവിടെ വെച്ചിട്ട് നല്ല അല്ല മോനെ, ഇനി ഇവിടെ ഫിനിഷ് ചെയ്ത് തരൂ. ഇവിടെ നായിനെന്തിനും
തുപ്പല ഇറക്കിയോ? ഇത്ര നേരം അതിന് വെള്ളം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഈ കൂടൊന്ന് കെട്ടണം എന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു.